ഹലോ, എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ പാറുക്കുട്ടിയുടെ 10th റിസൾട്ട് വന്നപ്പോൾ തൊട്ടിട്ട് നമ്മളുടെ ഒരുപാട് പേര് നമുക്കിങ്ങനെ മെസ്സേജൊക്കെ അയച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇനി എന്താണ് നെക്സ്റ്റ് പാറു എടുക്കുന്നത്, അതുപോലെ എവിടെയാണ് ജോയിൻ ചെയ്യണേ, അങ്ങനെയൊക്കെ ഒരുപാട് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവർ ഇതുവരെ പഠിച്ചുകൊണ്ടിരുന്ന ഭവൻസിലാണ്. അവിടെ 10th വരെയുള്ളൂ, +2 ഇല്ല. അപ്പോൾ ഇനി ഇവിടുന്ന് മാറണം. അപ്പം ഇപ്പം നമ്മളിപ്പോൾ ഈ കാണുന്ന സ്കൂളിലേക്കാണ്, ഇവിടെ അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം നമ്മൾ വന്നിട്ടുള്ളത് കേട്ടോ. ഇത് MES ആണ്, വളാഞ്ചേരി MES സെൻട്രൽ സ്കൂളിലാണ് പാറു ജോയിൻ ചെയ്തിട്ടുള്ളത് +1 വേണ്ടിയിട്ട്. കമ്പ്യൂട്ടർ സയൻസ് ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ പാറുവിന് ഇഷ്ടപ്പെട്ടിട്ട് തന്നെ എടുത്തിട്ടുള്ളത് തന്നെയാണ്. അപ്പോൾ നമ്മൾ ചെന്ന ദിവസം നല്ല മഴയൊക്കെ ആയിരുന്നു. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ആ സ്കൂളിൽ നമ്മൾ മുന്നേ നമ്മളുടെ വീഡിയോ തന്നെ കാണിച്ചിട്ടുണ്ട് മുന്നേ ഒരു പ്രാവശ്യം. ഇവിടെ ഞാനൊരു ആവശ്യത്തിന് വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ചെന്ന സമയത്ത് മഴയൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മൾ അഡ്മിഷനൊക്കെ എടുത്തു. അതുപോലെ യൂണിഫോം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വാങ്ങിച്ചതിന് ശേഷം ഇതാ നമ്മൾ തിരിച്ച് പോവുകയാണ് കേട്ടോ. അതുപോലെ തന്നെ സ്റ്റേറ്റിലേക്ക് മാറുന്നുണ്ടോ എന്നൊക്കെ പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ മാറിയിട്ടില്ല, CBSE തന്നെയാണ് നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അങ്ങനെ അഡ്മിഷൻ എടുത്തി യെസ്, +1 സ്റ്റുഡന്റ് ആയി. അതെ, ഇത് LKG ചേർത്തതാണ് പപ്പയ്ക്ക് എപ്പോഴും ഓർമ്മ വരാതാണ് LKG പാറുവിനെ ചേർത്തത്. ഇപ്പൊ വീണ്ടും +1 കൊണ്ടത് ചേർത്ത് ഇങ്ങോട്ട് വളാഞ്ചേരി. അപ്പൊ നമ്മുടെ വീടിന് അടുത്ത് തന്നെയാണ്, അതുകൊണ്ട് അതാണ് ഏറ്റവും വലിയ സന്തോഷം. യെസ്, അതാണ് ഹൈലൈറ്റ്. പിന്നെ ഞാൻ പഠിച്ച കോളേജിന്റെ അതേ പാതയല്ല, അതിന്റെ പിന്നിലാണെന്ന് കോളേജിന്റെ. ഞാൻ പഠിച്ച കോളേജ് ഇതാ ഇവിടെ തന്നെയാണ്, MES. ഇത് തന്നെയാണ് ഞാൻ പഠിച്ച കോളേജ്, ഈ കാണുന്നത്. ഇതാ അയ്യോ മഴ കാരണം മെക്ഡൊണാൾഡ്സോ എന്താണ് സ്പെഷ്യൽ ബിരിയാണി പേര് പറയും? ശരി, പേര് പറയും. കാപ്പിരി. ഏത് പച്ചയും ചോപ്പൊക്കെ ഉണ്ടായില്ലേ? ഉണ്ടോ പച്ചയും? ഓക്കെ, എടുത്തോളൂ. അങ്ങനെ നമ്മൾ പാറുവിൻ്റെ അഡ്മിഷനൊക്കെ എടുത്തു കഴിഞ്ഞ് വന്നപ്പോഴേക്കും നല്ലപോലെ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഫുഡിൻ്റെ ടൈം ആയിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും നല്ലപോലെ വിശക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നായിരുന്നു കേട്ടോ. അപ്പോൾ അവിടുന്ന് ഇപ്പോൾ നമ്മളിങ്ങനെ സംസാരിക്കുന്നൊക്കെ ഉണ്ട്. പക്ഷേ എന്താ വെച്ചാൽ അപ്പോഴേക്കും അവിടെ അവർ പാട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം കൊണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ പാട്ട് കേൾക്കുന്ന കാരണം കൊണ്ട് നമ്മൾ സംസാരിക്കുന്നൊന്നും എന്താ പറയുക, നമുക്ക് വെക്കാൻ പറ്റില്ല. അതാണ് ഉണ്ടായത്. ബിരിയാണിയാണ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ബിരിയാണി കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് അപ്പുറത്ത് മോമോസിൻ്റെ ഒരു ഷോപ്പ് കണ്ടത് കേട്ടോ. അപ്പോൾ മോമോസും കൂടെ ഒന്ന് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അത് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് പോയിരിക്കുകയാണ് പാറും മൃദുവും കൂടിയിട്ട്. നമ്മളിപ്പോൾ എവിടെയാണ് വന്നിരിക്കുന്നത് എന്നുള്ളത് അറിയോ? വളാഞ്ചേരിക്കാർക്ക് ഇത് പ്രത്യേകം പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. നമ്മൾ വളാഞ്ചേരിക്കാരുടെ ഒരു ഫേവറേറ്റ് സ്പോട്ട് തന്നെയാണിത്. ഫുഡ് ലവേഴ്സിന് പ്രത്യേകിച്ച് കേട്ടോ. ഈ ഒരു ഭാഗത്ത് വന്നിട്ടുണ്ടെങ്കിൽ കിട്ടാത്തതായിട്ട് ഒന്നുമില്ല എന്ന് തന്നെ പറയാം. കുറേ ഐറ്റം, പലതരത്തിലുള്ള ഫുഡ് ഐറ്റംസൊക്കെ കിട്ടും. അപ്പോൾ അവിടെ വന്നപ്പോഴാണ് പാനിപൂരി കണ്ടത്. അത് കണ്ടപ്പം വിചാരിച്ചു അത് കൂടെ കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറേ ദിവസമായിട്ടുണ്ടായിരുന്നു. അത് വീട്ടിൽ അപ്പോൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അതല്ലാണ്ട് പുറത്തുനിന്ന് കഴിച്ചിട്ട് കുറേ ദിവസമായി. അപ്പോൾ നമ്മളത് പാനിപൂരിയും കൂടി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും അത് എവിടെയാണ് സ്ഥലം എന്നുള്ളത് ഞാൻ പറയാൻ വിട്ടു. ഇത് നെറ്റ്സോ സ്ക്വയർ ആണ് കേട്ടോ. നമുക്ക് എല്ലാവർക്കും പോകാൻ ഒരുപാട് ഇഷ്ടമുള്ളൊരു സ്ഥലമാണ്, വേറെ ഒന്നുമല്ല. ഇതങ്ങനെ നല്ല പാട്ടൊക്കെ കേട്ട് നമ്മളുടെ വൈബിനനുസരിച്ചിട്ടുള്ള ഫുഡൊക്കെ കഴിച്ച് ഇവിടെ ഇങ്ങനെ സന്തോഷമായിട്ട് സുഖമായിട്ട് ഇരുന്ന് വർത്താനം പറയാം. ഭയങ്കര വൈബാണത്. ഇനി മോമോസ് വരുമ്പോൾ ഇതിൽ അടിപൊളിയാവും കേട്ടോ.
എന്ത് മൊമോസാ? ഇത് ഏത് മൊമോസാ? ഫ്രൈഡ് ആണോ? ഫ്രൈഡ് വെജ് മസാല ചിക്കൻ, ഫ്രൈഡ് ചിക്കൻ. പാനിപ്പൂരി എപ്പോഴും നമ്മളുടെ ഫേവറേറ്റ് ആണ്. അവിടെ ഒരുവിധം നോർത്ത് ഇന്ത്യൻ ചാറ്റ്സ് ഒക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. ഒരുപാട് ഐറ്റംസ് ഒക്കെ അവിടെ അവൈലബിൾ ആണ്. പക്ഷേ നമ്മളുടെ വയറിൽ സ്ഥലം കൂടെ വേണ്ടേ. നമ്മളിപ്പോൾ ബിരിയാണി കഴിച്ചല്ലേ ഉള്ളൂ. അപ്പോൾ അത് കാരണം കൊണ്ട് മൊമോസ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഫ്രൈഡ് മൊമോസ് ആണ് കേട്ടോ. അത് എനിക്ക് അത്ര ഒരു വലിയ ഇഷ്ടം എന്ന് പറയാനില്ല. എന്നാലും ഓക്കെ, കുഴപ്പമില്ല. കുട്ടികൾക്ക് അവർക്ക് ഇഷ്ടമാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് അവരെന്തായാലും സുഖമായിട്ട് കഴിച്ചു. അപ്പം ഇനി നമുക്ക് കുറേ ഐറ്റംസ് വാങ്ങിക്കാനുണ്ട്. അതായത് സ്കൂൾ തുറക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരുപാട് ഐറ്റംസ് അല്ലേ. ബാഗ്, കുട, വാട്ടർ ബോട്ടിൽ, ലഞ്ച് ബോക്സ്, ഷൂ, ബുക്കുകൾ, നോട്ട്ബുക്സ്, അങ്ങനെ എല്ലാം നമുക്ക് വാങ്ങിക്കണം. ഇപ്പം എന്താ പറയുക, ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് പൈസ കൊടുത്തിട്ട് നല്ല ഈട് നിൽക്കും എന്നൊക്കെ പറഞ്ഞിട്ട് വാങ്ങിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ വെറുതെയാണ്. കാരണം ഒരു വർഷം കൊണ്ടുപോകുമ്പോൾ തന്നെ കുട്ടികൾക്ക് ആ ഒരു എന്താണ് വെച്ചാൽ അത് മടുക്കും പെട്ടെന്ന് അല്ലേ. അപ്പോൾ ഒരു വർഷമൊക്കെ അവർ കൊണ്ടുപോകുന്നത് തന്നെ വലിയ ഭാഗ്യമാണ്. അപ്പോൾ നമ്മളങ്ങനെ ഒരുപാട് വില കൂടിയതൊന്നും വാങ്ങിക്കുന്നതിൽ അത്ര വലിയ കാര്യമില്ല. എങ്ങനെയൊക്കെ മേടിച്ചിട്ടുണ്ടെങ്കിലും അത് ഒരു വർഷം അങ്ങനെയൊക്കെ തന്നെയാണ് ഏകദേശം കുട്ടികളൊക്കെ ഉപയോഗിക്കുള്ളൂ. അപ്പോൾ എന്തായാലും നമ്മൾ എന്താ സംഭവങ്ങളൊക്കെ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് വാങ്ങിച്ച് പോവുകയാണ്. ഇത് നല്ല ഡ്രസ്സില്ലേ നോക്കൂ. ഇതന്നെ. ഇത് ഗ്ലാസിന്റെ. ആ കാറിന്റെ അടുത്തോ? ഇതൊന്നാണ്. ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു പർച്ചേസ് എന്ന് പറയുന്നത്, അതായത് വെക്കേഷൻ കഴിഞ്ഞിട്ടുള്ള ഈ സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നത്, ഇതൊരു പ്രത്യേക ഒരു ഫീലാണ്. ഇതൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് നമ്മൾ തന്നെ അറിയാണ്ട് നമ്മളുടെ കുട്ടിക്കാലത്ത് നമ്മൾ എന്തൊക്കെയാണോ ചെയ്തിരുന്നത് അല്ലേ, ആ ഒരു മെമ്മറീസ് അതെന്തായാലും നമ്മുടെ മനസ്സിലേക്കൊക്കെ വരും. അപ്പോൾ കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെ തന്നെയാണല്ലോ. പുതിയ ബാഗ്, കുട, അങ്ങനത്തെ ഇതിൻ്റെയൊക്കെ ആ ഒരു പ്രത്യേക മണം, ആ നോട്ട് ബുക്കുകളൊക്കെ ഇങ്ങനെ തുറക്കുമ്പോഴുള്ള ഒരു മണം, അതൊക്കെ ഒന്ന് വേറെ തന്നെയാണ്. അപ്പം അങ്ങനെ ബുക്കുകളും ഇതൊക്കെ എടുക്കുന്നതിൻ്റെ ഇടയിലാണ് ഇങ്ങനെ ഡ്രസ്സുകളുടെ സെക്ഷനിലേക്ക് ഒന്ന് എത്തിയത് കേട്ടോ. അവിടെ പിന്നെ ഫുള്ള് ഡ്രസ്സ് എടുക്കലിൻ്റെ തിരക്കിലാണ്. അപ്പോൾ പാറുവിൻ്റെ പ്രതുവിൻ്റെ കാര്യം ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്. അവരിങ്ങനെ ടെക്സ്റ്റൈൽസിൽ പോയിട്ട് ഡ്രസ്സ് എടുക്കില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവരിങ്ങനെ ഓരോന്നോരോന്നായിട്ട് നമ്മൾ അവിടെ ഇങ്ങനെ പറഞ്ഞിട്ട് എടുത്ത് തന്ന് കാണിച്ചു തരുന്ന ആ ഒരു ഇത് അവർക്ക് ഇഷ്ടമില്ല. എന്ന് വെച്ചാൽ അതിനോട് താല്പര്യമില്ല. അപ്പോൾ ഇങ്ങനെ മാളിലൊക്കെ പോകുമ്പോഴാണ് ഡ്രസ്സ് എടുക്കാറുള്ളത് മിക്കവാറും. പിന്നെ അല്ലെങ്കിൽ ഓൺലൈനിൽ നിന്ന് വാങ്ങിക്കും. അപ്പോൾ എന്തായാലും ഇപ്പോൾ പപ്പേനെ കിട്ടിയപ്പോൾ സമയത്ത് ഡ്രസ്സൊക്കെ ഒരുപാട് എണ്ണമായിട്ട് അവർ ട്രൈ ചെയ്ത് നോക്കുമായിരുന്നു കേട്ടോ. ആ സമയത്തേക്ക് പിന്നെ സ്കൂളിലേക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ അവർ അങ്ങോട്ട് മറന്നു. അതുണ്ടായത്. പപ്പ വന്ന് എന്തായാലും മക്കൾ രണ്ടുപേരും നല്ലപോലെ അങ്ങോട്ട് ആഘോഷിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സൈത്തേട്ടൻ്റെ അടുത്ത് പറയായിരുന്നു, നീയും പോയി ട്രൈ ചെയ്ത് നോക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാനും 1-2 ഡ്രസ്സൊക്കെ എടുത്തിട്ട് പോയി ട്രൈ ചെയ്ത് നോക്കിയിട്ടോ. അങ്ങനെ ഞാനും അവിടുന്ന് ഡ്രസ്സൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ എന്താ പറയുക, സ്കൂളിൻ്റെ ഷോപ്പിങ്ങിന് പോയിട്ട് ബാക്ക് ടു സ്കൂളായിരുന്നു നമുക്ക് ആവശ്യം. പക്ഷേ അവിടെ പോയിട്ട് നടന്നത് പകുതിയിലധികം വേറെ, അതായത് ഡ്രസ്സുകളൊക്കെ ആയിരുന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ഇനി നമുക്ക് ഷോപ്പിംഗ് അപ്പോൾ ബാക്കി കിടക്കുകയാണ് കേട്ടോ. എല്ലാവരുടെയും കയ്യിലൊക്കെ നമ്മളിപ്പോൾ വീഡിയോയിൽ കാണുന്നത് 5-10 മിനിറ്റിൻ്റെ ഷോപ്പിംഗ് ആണെങ്കിൽ കൂടി അത് മണിക്കൂറുകളെടുത്ത ഷോപ്പിംഗ് ആയിരുന്നു കേട്ടോ. അപ്പോഴേക്കും രാത്രി ആയിട്ടുണ്ടായിരുന്നു. വീണ്ടും ഡിന്നറിൻ്റെ ടൈം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിതാ വീണ്ടും ഫുഡ് കഴിക്കാൻ വേണ്ടി അതേ സ്ഥലത്ത് തിരിച്ചെത്തിയിരിക്കുകയാണ് കേട്ടോ. എന്തിന് ഇങ്ങടൊക്കെ ഒരു ഫോട്ടോ കൂടി എടുക്കാനാണ്.
ഡിഫറെൻറ്റ് ക്രസ്റ്റ് ലുക്സ്. ആ അതാണ് അതിന് കയറിയിട്ടില്ല. സന്തോഷമായി ആ ഓക്കെ ഓക്കെ അങ്ങനെ കഴിക്കുക. അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ള ഫുഡൊക്കെ എത്തിയിട്ടോ. എന്താ പറയുക, കറങ്ങി നടന്നിട്ടേ നല്ല പോലെ വിശക്കുന്നുണ്ടായിരുന്നു. ഷോപ്പിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതത്ര ചെറിയ കാര്യമൊന്നുമല്ല. നമ്മളിങ്ങനെ കഷ്ടപ്പെട്ട് ഷോപ്പ് ചെയ്യണമല്ലോ. അപ്പം എന്തായാലും അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നല്ലപോലെ ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാവരും ഭക്ഷണം കഴിക്കുന്നതിൻ്റെ തിരക്കിലാണ് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ സാധനങ്ങൾ വാങ്ങിച്ചിട്ടുള്ളത് ഒരു സ്ഥലത്തു നിന്ന് മാത്രമല്ല കേട്ടോ, നമ്മൾ പല പല സ്ഥലത്തു നിന്ന് മിക്സ് ചെയ്തിട്ടൊക്കെ ഇതിൽ കാണിക്കുന്നുണ്ട്. പിന്നെ ഇവിടുന്ന് തന്നെ ഇപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ മുഴുവൻ ഷോപ്പിംഗ് ഇവിടെ നടന്നിട്ടുമില്ല. അപ്പോൾ എന്തായാലും രാത്രിയായി, ഷോപ്പൊക്കെ അടയ്ക്കുന്ന സമയമായി. അപ്പോൾ എന്തായാലും നമ്മൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് ഇതാ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. ഇനി ബാക്കി ഷോപ്പിംഗ് എന്തായാലും വേറെ ദിവസം ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ എന്തായാലും തിരിച്ച് വീട്ടിലേക്ക്. ഇനി നമ്മളുടെ അടുത്ത പരിപാടിയാണ് നമ്മളുടെ ടെക്സ്റ്റ് ബുക്കുകളും നോട്ട് ബുക്കുകളും ഒക്കെ നല്ല വൃത്തിയായി ഭംഗിയായി കവർ ചെയ്ത് അതിൻ്റെ മുകളിൽ ഇങ്ങനെ നെയിം സ്ലിപ്പൊക്കെ ഒട്ടിച്ച് വൃത്തിയാക്കി വെക്കുക എന്നുള്ളതല്ലേ. അപ്പോൾ പാറുക്കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയാണ് ഈ ബുക്ക് കവറിങ് കേട്ടോ. അപ്പോൾ അത് നല്ല നല്ല കുട്ടിയായിട്ട് ഇരുന്നിട്ട് ഫുൾ ചെയ്തോളും. നമ്മളുടെ ആരുടെയും ഹെൽപ്പിൻ്റെ ഒന്നും ആവശ്യമില്ല, എല്ലാം ചെയ്തോളും. അതിപ്പോൾ വലുതായതിനു ശേഷമൊന്നും അല്ല കേട്ടോ, അതിന് മുന്നേ തൊട്ടിട്ട് തന്നെ പാറു അങ്ങനെ തന്നെയാണ്. പാറുവിന് ഇഷ്ടമാണ്. അപ്പോൾ ബുക്കൊക്കെ സ്വന്തമായിട്ട് തന്നെ കവർ ചെയ്യും. അതും സ്വന്തം ബുക്കുകൾ മാത്രമല്ല, പ്രദുവിൻ്റെ ബുക്കുകൾ കൂടി മുഴുവനായിട്ട് കവർ ചെയ്ത് അതിൻ്റെ മുകളിൽ നെയിം സ്ലിപ്പ് ഒട്ടിച്ച് പേര് വരെ ഫുൾ എഴുതി കൊടുക്കും. ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് ശരിക്കും എനിക്ക് ഇതൊക്കെ ഇങ്ങനെ ചെയ്യുന്ന കാണുമ്പോൾ എനിക്ക് അമ്മ പണ്ട് എന്താ പറയുക സ്കൂളിലേക്ക് ഈ തുറക്കുന്ന സമയത്ത് ഇങ്ങനെ ബുക്കൊക്കെ കവർ ചെയ്ത് അതിൻ്റെ മുകളിൽ നെയിം സ്ലിപ്പ് ഒട്ടിച്ച് പേരൊക്കെ എഴുതി തരുന്ന ആ ഒരു സമയമൊക്കെയാണ് എനിക്ക് ഓർമ്മ വരിക കേട്ടോ. അപ്പോൾ അത് എല്ലാം പാറു തന്നെ ഒക്കെ ചെയ്ത് സെറ്റാക്കി എല്ലാം റെഡി ആക്കിയിട്ടുണ്ട്. അങ്ങനെ എല്ലാം സെറ്റായി സ്കൂൾ തുറക്കുന്ന ദിവസവും ഇതായി ഇങ്ങോട്ട് വന്നെത്തി. അപ്പോൾ നമ്മൾ ആ ഒരു കുഞ്ഞ് ഷോർട്സ് ഞാൻ ഇട്ട സമയത്ത് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു പാറുവിനും ഇപ്പോൾ സ്കൂൾ എങ്ങനെയാണ് തുറക്കുന്നത് എന്നുള്ളത്. CBSE ആയതുകൊണ്ട് തന്നെ June 3 തന്നെ അവർ കറക്റ്റായിട്ട് ക്ലാസ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ യൂണിഫോം പാറുവിൻ്റെ സ്റ്റിച്ച് ചെയ്ത് കിട്ടിയിട്ടില്ല, എന്ന് വെച്ചാൽ കുറച്ചേ കിട്ടിയിട്ടുള്ളൂ. അതിൻ്റെ പാൻറ്റൊക്കെ ഇനിയും സ്റ്റിച്ച് ചെയ്ത് കിട്ടാനുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് ആദ്യത്തെ ഒരു 1 വീക്ക് കളർ ഡ്രസ്സ് തന്നെ ഇട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള പെർമിഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്രദുവിനാണെച്ചെങ്കിൽ ഒരു വ്യത്യാസമുണ്ട്, കഴിഞ്ഞ വർഷമുള്ള യൂണിഫോമിൽ നിന്ന് മാറ്റമുണ്ട്. അതൊന്ന് മനസ്സിലാകുന്നുണ്ടോ എന്നറിഞ്ഞൂടാ. എന്ന് വെച്ചാൽ ഷോളായിരുന്നു കഴിഞ്ഞ വർഷം വരെ, അത് മാറിയിട്ട് ഈ പ്രാവശ്യം ഇങ്ങനെ ചുരിദാറിൻ്റെ മുകളിൽ ഇങ്ങനെ കോട്ടാണ് ഈ വർഷം തൊട്ടിട്ട്. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത ഉണ്ട്. പാറു ഇല്ല എന്ന് വെച്ചാൽ പാറു സ്കൂളിലില്ലാണ്ട് ആദ്യമായിട്ട് സ്കൂളിലേക്ക് പോകണത് അല്ലേ, ഒറ്റയ്ക്ക് വേറെ വേറെ സ്കൂളിലേക്ക് പോകണത് ആദ്യമായിട്ടാണ്. അതന്നെ അതെ. പ്രദുവിന് പിന്നെ നമ്മളുടെ അവിടത്തേക്ക് തന്നെ സ്കൂൾ ബസ് വരും കഴിഞ്ഞ എല്ലാ വർഷം പോലെ തന്നെ. പക്ഷേ പാറുവിന് ഇത് ആദ്യത്തെ ദിവസമായത് കാരണം കൊണ്ട് ഞാൻ കൊണ്ടുവിടുകയാണ് ചെയ്തത് സ്കൂളിൽ കേട്ടോ. +1 ആണെങ്കിൽ കൂടി സജിത്തേട്ടൻ നേരത്തെ പറഞ്ഞ പോലെ 12 വർഷങ്ങൾക്ക് മുമ്പ് LKGയിൽ കൊണ്ടുവിട്ട ആ കുഞ്ഞു കുട്ടി പാറു സ്കൂളിലേക്ക് ഇങ്ങനെ കയറി പോകുന്നത് കാണുമ്പോൾ മനസ്സിൽ എന്തുകൊണ്ടോ ആ ഒരു ദിവസം തന്നെ ആയിരുന്നു, ആ ഒരു ദിവസത്തെ അതേ ഒരു ഫീൽ തന്നെ ആയിരുന്നു. എന്തിനാന്ന് പറഞ്ഞൂടെ കണ്ണൊക്കെ നിറഞ്ഞു കേട്ടോ. അത് നമ്മളെല്ലാവരും അങ്ങനെയാണല്ലേ, നമ്മൾക്ക് എപ്പോഴാണെങ്കിലും കുട്ടികൾ വളർന്നിട്ടുണ്ടെങ്കിലും ഒക്കെ നമ്മൾക്ക് ആ ഒരു ഫീൽ ഇത് എല്ലാവർക്കും പറഞ്ഞാൽ മനസ്സിലാവുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഹായ്, എങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ വിചാരിച്ചേക്കാളും നന്നായിരുന്നോ? നമുക്ക് പോവാം. പുതിയ സ്കൂളിൽ നിന്ന് പ്രിൻസിപ്പൽ സാറിൻ്റെ കയ്യിൽ നിന്ന് ഒരു ട്രോഫി കിട്ടിയിട്ടാണ് പാറുവിൻ്റെ ഈ വർഷത്തെ തുടക്കം എന്നുള്ളത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. അപ്പോൾ പാറുക്കുട്ടിക്കും പ്രദുക്കുട്ടിക്കും അതുപോലെ എല്ലാ 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 മക്കൾക്കും ഇതൊരു നല്ല വർഷമാവട്ടെ, എല്ലാ നന്മകളും ഉണ്ടാകട്ടെ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വേഗം കാണാം.